വിവരങ്ങൾ പുറത്തു വരുന്നത് UDF എംപിമാർ ഒരുപക്ഷെ LDF-നെയോ CPM-നെയോ വെട്ടിലാക്കാൻ വേണ്ടി കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷം ക്രിസ്റ്റൽ ക്ലിയറായി അതിനകത്ത് പറഞ്ഞു. പക്ഷേ അവിടെ നുണകൾ കൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് UDF-ന്റെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ പണി സതീശന്റെ നുണകൾ ഇത്തവണ പൊളിച്ചത് UDF-കാരാണ്. അതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ ഇടതുപക്ഷം ആദ്യം തൊട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത്തവണ അവരാണ് പണി കൊടുത്തത്. അതിന് ബോധപൂർവമാണോ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു സംഘപരിവാർ വിധേയത്വമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് മതനിരപേക്ഷ ബോധ്യമുള്ള കോൺഗ്രസ്സുകാർ കാണും, മുസ്ലിം ലീഗുകാർ കാണും, മറ്റ് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരെ പുരോഗമന ചിന്താഗതിയുള്ളവരൊക്കെ കാണും. അപ്പൊ അവര് കൊടുത്ത പണിയാണോ എന്നും കൂടെ ഇങ്ങനെ ഒരു BJP-കാരൻ ഒരു RSS-കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം. ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗമായി ജയിച്ച ഒരാള് ഇപ്പൊ RSS-ന്റെ മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തുള്ള ചില ഈ മതനിരപേക്ഷ ബോധ്യമുള്ള കേരളത്തെ ഇങ്ങനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി വിട്ടുകൂടാ എന്ന ആഗ്രഹമുള്ളവർക്കും കൂടെ ചിലപ്പോൾ കൊണ്ടായിരിക്കും അത് കൊടുത്ത പണിയാണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം കൂടി, ഇത് ആദ്യം 2025 ഒക്ടോബർ 23 ഒപ്പിട്ട് ധാരണാപത്രം ഒപ്പിട്ടത് നിങ്ങളുടെ മന്ത്രിസഭയിൽ BM ശിവൻകുട്ടി. അന്ന് താങ്കളുടെ SFIന്റെ നിലപാട് എന്തായിരുന്നു ഈ ധാരണാപത്രത്തിന്റെ? ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും ഞങ്ങളെതിരല്ല. അത് വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട പണമാണ്. പക്ഷേ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി RSS-ന്റെ നയം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. ആ ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ആശങ്ക പറഞ്ഞതാണ്. ഈ RSS-ന്റെ പദ്ധതി RSS-മായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ ഇതുവഴി നടപ്പിലാക്കാനുള്ള ശ്രമം അവർ നടത്തിയാൽ, ആ ശ്രമം ഉണ്ടായാൽ അതിനെ എതിർക്കും. ആ ഘട്ടത്തിൽ ആശങ്ക ഗവൺമെന്റ് കേട്ടു, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേട്ടു, ആ ഘട്ടത്തിലുള്ള വി ശിവൻകുട്ടി അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയറായി റെസ്പോണ്ട് ചെയ്തു. ആ നിലയിൽ അതിന്റെ ഭാഗമായിട്ടാണല്ലോ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ ഈ പദ്ധതിയെ ബന്ധപ്പെട്ട് ഒരു പൈസ മേടിച്ചു. ഇതിന്റെ നയം ഏതെങ്കിലും നിലയിൽ നടപ്പിലാക്കിയോ ഇടതുവശം ഭരിക്കുന്ന സമയത്ത്? പക്ഷേ UDF വന്നപ്പോൾ ആദ്യ ദിനം തൊട്ട് RSS-ന്റെ തീരുമാനം എന്താണോ അതിപ്പോ സ്കൂൾ PM ശ്രീ മാത്രമേ ബന്ധപ്പെട്ടു. സർവകലാശാല നിങ്ങൾ നോക്ക്, ആദ്യം വന്ന വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്ക്, താൽക്കാലിക BC ആണെങ്കിൽ പോലും BJP ആ സംഘപരിവാർ നേതാവിനെ അവിടെ വെക്കുന്നു. MG സർവകലാശാലയിൽ അക്കാഡമിക് കൗൺസിലിൽ 30-ൽ 19 RSS-ന്റെ നോമിനികൾ വരുന്നു. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ RSS-ന് മുന്നിൽ അടിയറ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിപ്പോ ഇടതുവശമോ SFI ഉയർത്തുന്ന സംശയം മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ജനതയാകെ ഇന്ന് കേരളം ഭരിക്കുന്നത് BJP ആണോ അതോ കോൺഗ്രസ് ആണോ എന്ന സംശയത്തിലാണ്. ഒരു നൂലിന്റെ ഒരു വ്യത്യാസം പോലും ഇല്ല. ഇവർ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു വ്യത്യാസമില്ല. ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI സമരരംഗത്തേക്ക് ഇപ്പൊ SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടുവെന്നാണ് ഞാൻ അറിയുന്നത്. SFI ശക്തമായി സമരരംഗത്തിലുണ്ടാവും. MSF-കാരനും KSU-കാരനും മതനിരപേക്ഷ ബോധമുള്ള കോൺഗ്രസുകാരനും ഈ സമരത്തോടൊപ്പം ചേരാം.